കണ്ണൂരിലേക്കാണ്. കണ്ണൂർ മട്ടന്നൂരിൽ ഡോക്ടറിൽ നിന്ന് 4 കോടി തട്ടിയെടുത്ത ഓൺലൈൻ തട്ടിപ്പ് സംഘം പിടിയിൽ. ചെന്നൈ സ്വദേശി മെഹബൂബ് ഷാ, എറണാകുളം സ്വദേശി റിജാഷ് എന്നിവരാണ് പിടിയിലായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, എങ്ങനെയായിരുന്നു ഡോക്ടറിൽ നിന്ന് ഇത്രയൊരു വലിയ തുക തട്ടിയെടുത്തത്? പ്രതികൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശം? സുഹൈൽ, ഈ ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. പല രീതിയിൽ പലതരത്തിൽ ഓൺലൈനിലൂടെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുകയും ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ദിവസേന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള ഡോക്ടർക്ക് 4 കോടിയിലധികം രൂപയാണ് നഷ്ടമായത്. അതിൽ പോലീസ്, സിറ്റി സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം ഈ ഡോക്ടറെ ആഡ് ചെയ്യുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഷെയർ ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ചും അതിൻ്റെ ഇടപാട് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ അതിൽ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിലൂടെ, ഈ ഷെയർ ട്രേഡിങ്ങിലൂടെ വൻ ലാഭം ഉണ്ടാക്കാമെന്ന് ഈ ഡോക്ടറെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഒരു വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. പല അക്കൗണ്ടുകളിലായി ഈ ഡോക്ടർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. വൻ ലാഭം ഉണ്ടാവും എന്ന് കരുതി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടി ആ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി തന്നെ വൻ ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡോക്ടർ നൽകുന്ന പണത്തിന് ചോദിക്കുകയാണ്, വ്യാജ ട്രേഡിംഗ് ആപ്പ് എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രേഡിംഗ് ആപ്പിന്റെ വ്യാജ പതിപ്പാണോ, അതല്ലെങ്കിൽ ഈ ആപ്പ് തന്നെ വ്യാജമാണോ? ഈ പറയുന്ന കമ്പനി പേരടക്കം വ്യാജമാണോ? ഇത് പൂർണ്ണമായും തന്നെ വ്യാജമാണ്. പക്ഷേ ആ ഡോക്ടർക്ക് ആ ഘട്ടത്തിൽ അത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. വിശ്വസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ ആദ്യഘട്ടത്തിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ വ്യാജ ട്രേഡിംഗ് ആപ്പ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ പണം പല ഘട്ടങ്ങളിലായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ കൃത്യമായി തന്നെ ഈ പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്, വൻ ലാഭം ആ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഡോക്ടർ ആ രീതിയിൽ തന്നെ വിശ്വസിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ പണം പിൻവലിക്കുന്നതിന് വേണ്ടി ഈ ഡോക്ടർ ശ്രമിക്കുന്നത്. ഈ വലിയ ലാഭമുണ്ട്, അത് പിൻവലിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അത് കഴിയുന്നില്ല. അത് സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും പറയുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും പണം ഈ കൈപ്പറ്റുന്നു. വിവിധ അക്കൗണ്ടുകളിലാണ്, ഒരു അക്കൗണ്ടിൽ മാത്രമല്ല വിവിധ അക്കൗണ്ടുകളിലായാണ്. സംസ്ഥാനത്ത് തന്നെ രാജ്യത്ത് തന്നെ 10 സംസ്ഥാനങ്ങളിലായുള്ള അക്കൗണ്ടുകളിൽ ഈ പണം കൈമാറിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് പിന്നീട് ഈ ഡോക്ടർക്ക് മനസ്സിലാവുന്നത്. പിന്നീട് സിറ്റി സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷമാണ് ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. അതിൽ കൃത്യമായി തന്നെ ഇവരുടെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപ, ഈ 2 പ്രതികളുടെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപ ഉണ്ട് എന്ന് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് അക്കൗണ്ടുകൾ, അതായത് ഈ രാജ്യത്ത് തന്നെ മറ്റ് 10 സംസ്ഥാനങ്ങളിലായുള്ള മറ്റ് അക്കൗണ്ടുകളിലേക്കും ഈ ഡോക്ടറുടെ പണം കൈമാറിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കണ്ണികളുണ്ട് എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ചെന്നൈ സ്വദേശിയായിട്ടുള്ള മെഹബൂബ് ഷാ, എറണാകുളം സ്വദേശി റിജാസ് എന്നിവരെയാണ് ചെന്നൈയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വലിയ തുകയാണ് നഷ്ടമായിട്ടുള്ളത്. 4 കോടിയിലധികം രൂപ പല ഘട്ടങ്ങളിലായി ഈ ട്രേഡിംഗ് ലാഭം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഈ ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് തുടർച്ചയായി ഉണ്ടാവുന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇത്തരം ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രേഡിംഗ് ചെയ്യുമ്പോൾ അത് വ്യാജമാണോ എന്ന് സ്ഥിരീകരിക്കാൻ, അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്ന് ഇത്തരം സംഭവങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൈൽ, എന്തായാലും കിടിലൻ തട്ടിപ്പായിരുന്നു. സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് ആപ്പ് ഉണ്ടാക്കുന്നു, ആ ആപ്പിലേക്ക് ആളുകളെ ചേർക്കുന്നു, പണം സ്വീകരിക്കുന്നു. ആ ആപ്പിൽ ഇങ്ങനെ ലാഭം കുന്നുകൂടുന്നത് അവരെ തന്നെ ബോധിപ്പിക്കുന്നു. പണം എടുക്കാൻ പോയാൽ ഏത് ആപ്പ്, ഏത് ലാഭം, ഒടുക്കം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്ത് 4 കോടി രൂപയാണ്.